ക്രിസ്തുയേശുവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ആത്മീക ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണല്ലോ നോമ്പുകാലം. ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും മാനസാന്തരത്തിൻ്റെയും നാളുകളാണല്ലോ ഓരോ നോമ്പുകാലവും. നാം എന്തിനു വേണ്ടിയിട്ടാണ് ഉപവസിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ ഈ യാത്രയുടെ ലക്ഷ്യം മറ്റാരുമല്ല, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശുവിനോടൊപ്പം നടക്കുക എന്നാൽ അവിടുത്തെ സ്നേഹത്തിലേക്കും വിശുദ്ധിയിലേക്കും നടക്കുക എന്നതാണ്. പ്രിയരെ, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും കാതലായ വചനമാണ് യോഹന്നാൻ 14:6 പറഞ്ഞിരിക്കുന്നത്: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ വരുന്നില്ല എന്ന്. ലോകത്തിൽ പല വഴികളുണ്ടായിരിക്കാം, എന്നാൽ നിത്യജീവനിലേക്കും പിതാവായ ദൈവത്തിലേക്കും നമ്മെ എത്തിക്കുന്ന ഒരേ ഒരു വഴിയാണ് യേശു. നാം പാപത്തിൻ്റെ ഇരുട്ടിലൊലിയുമ്പോൾ നമ്മെ വഴി നടത്തുന്ന പ്രകാശമാണ് യേശു. മറ്റൊരാളിലും രക്ഷയില്ല, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്കായി നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല എന്ന് അപ്പോസ്തലപ്രവർത്തികൾ 4:12 പറയുന്നു. മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് മാറ്റമില്ലാത്ത ഒരേ ഒരു സത്യം, അത് ദൈവവചനമാണ് കേട്ടോ. യേശു ആ വചനത്തിൻ്റെ പൂർത്തീകരണമാണ്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് യോഹന്നാൻ 8:32 പറയുന്നു. യേശുവിലൂടെ നമുക്ക് ലഭിക്കുന്നത് കേവലം ശാരീരിക ജീവൻ മാത്രമല്ല, മറിച്ച് നിത്യജീവനാണ്. പുനരുത്ഥാനവും ജീവനും ഞാൻ തന്നെയാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നാണല്ലോ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. വറ്റാത്ത ഉറവ പോലെ നമ്മുടെ ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്ന ജീവജലമാണ് ക്രിസ്തു. യേശുവിനോടൊപ്പം നടക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. അതിനായി നാം സ്വയം ഉപേക്ഷിക്കേണ്ടതുണ്ട്. ലൂക്കോസ് 9:23 കർത്താവ് പറയുന്നു: എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾ തോറും തൻ്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്ന്. ഇനിയുള്ള ജീവിതം നമ്മുടെ ദുശീലങ്ങളും സ്വാർത്ഥതകളും വെടിഞ്ഞ് യേശു കാണിച്ചു തന്ന സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും വഴിയിലേക്ക് തിരിയാം. യോഹന്നാൻ 8:12 ഓർമ്മപ്പെടുത്തുന്നത് പോലെ അവിടുത്തെ അനുഗമിക്കുന്നവർ ഒരിക്കലും ഇരുട്ടിൽ നടക്കുകയില്ല. യേശുവിനെ നമ്മുടെ ജീവിതത്തിലെ വഴിയായി മാറ്റുമ്പോൾ നമുക്ക് സമാധാനവും നിത്യജീവനും ലഭിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലെത്തുവാൻ നമുക്ക് മറ്റു വഴികളില്ല. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണങ്ങാം. കാരുണ്യവാനായ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് നൽകിയ നിത്യജീവനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് അരുളി ചെയ്ത അങ്ങയുടെ പ്രിയപുത്രനായ യേശുവിലൂടെ അങ്ങയിലേക്ക് നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ തെറ്റുകളെ ഓർത്ത് അനുതപിക്കുവാനും ലോകത്തിൻ്റെ മോഹങ്ങളെ വെടിഞ്ഞ് ക്രിസ്തു കാണിച്ച വഴിയിൽ ഉറച്ചു നിൽക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് അങ്ങയുടെ നിത്യതയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും ഉപവാസങ്ങളും അങ്ങേക്ക് പ്രീതികരമായ ധൂപം പോലെ സ്വീകരിക്കണമേ. രോഗങ്ങളെയും കഷ്ടപ്പെടുന്നവരെയും ആശ്വസിപ്പിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേട്ടരുളണമേ. ആമേൻ.